ഹലോ കുട്ടികളെ, വെൽക്കം ടു നോറ. ഇന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് എല്ലാവരെയും വെള്ളം കുടിപ്പിക്കുന്ന ഒരു പോർഷനാണ്. ഈ പോർഷൻ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തമ്പനെയിലായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് 45% of 32. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, അതായത് 16.0 മൈനസ് 1.6, 64 ബാക്കി 1, ഇവിടെ 2 വരും, അപ്പോൾ 4 വരും, 14.4. ഇതെങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്തായാലും ഞെട്ടിയോ? ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനും കാണണം. കാരണം ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ ആദ്യം ബേസിക്കിൽ നിന്നും അഡ്വാൻസ്ഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് ഈ പെർസെൻറ്റേജ് എന്നുള്ളത്. ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനം, അതായത് എന്ത് സംഗതിയും നമ്മൾ 100ൽ എക്സ്പ്രസ് ചെയ്യുന്നത്, 100നെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഭൂമിയുടെ ടോട്ടൽ ഭാരമാണെന്ന് വെച്ചോ, അല്ല ടോട്ടൽ ഡയമെൻഷൻ ആണെന്ന് വെച്ചോ, അല്ല ഒരു ലിക്വിഡ്, ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം, എല്ലാത്തിൻ്റെയും നമ്മൾ ഫുള്ള് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈക്വൽ ടു 100 ആക്കിയിട്ട് എടുക്കും. അതൊരു റിലേറ്റീവ് സ്റ്റഡിയാണ്. അതായത് ഏത് യൂണിറ്റ് ആയിക്കഴിഞ്ഞാലും ഏത് ഡയമെൻഷൻ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ഫുള്ള് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് നമ്മൾ 50% എക്സ്പ്രസ് ചെയ്യും. അതിൻ്റെ 4/1 അല്ലെങ്കിൽ 25% എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നൊരു മെത്തേഡിനാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ പെർസെൻറ്റേജ് കൊണ്ട് നമുക്ക് ധാരാളം ഉപയോഗങ്ങൾ നമ്മൾ റിയൽ ലൈഫിലുണ്ട്, പരീക്ഷയ്ക്കും ധാരാളം ഉപയോഗമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമുകളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എക്സ്പ്രസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് 100% എഴുതുന്നതിന് ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും അറിയാത്തവർ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് 100% തന്നെ തുടങ്ങാം. ഒരു സംഖ്യയുടെ 100% നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ 300ൻ്റെ 100% എന്ന് പറയുമ്പോൾ 100/100 കാണും. അപ്പോൾ ഈ 100 ഇവിടെ കട്ട് ചെയ്തു, 100 ഇവിടെ കട്ട് ചെയ്തു, നമുക്ക് 300 കിട്ടി. ആ സംഖ്യയുടെ തന്നെ 10% നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 300 × 10%, അതായത് 10/100. നമ്മൾ ഇവിടെ 3 വന്നു, അപ്പോൾ ആൻസർ 31. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, പിന്നെ ഈ വീഡിയോയിൽ എന്താണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇനി മുതൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പോർഷൻ നമ്മളങ്ങ് മായ്ക്കുകയാണ്. ഇത്രയും വഴികളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു സംഖ്യയുടെ 100% കാണാൻ വേണ്ടിയിട്ട് ആ സംഖ്യ അതേപോലെ എഴുതിയാൽ മതി. അതിനൊരു സെക്കൻഡിൽ താഴെയാണ് ഉള്ളൂ. ഒരു സംഖ്യയുടെ 10% കാണാൻ വേണ്ടിയിട്ട് 300ൻ്റെ 10% കാണാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് ഇട്ടാൽ മതി. 30, നമുക്ക് കിട്ടിയ ആൻസറും 30 തന്നെയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഷോർട്ട് കട്ടിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ടത്. അടുത്തത് ഒരു സംഖ്യയുടെ 1% കണ്ടുപിടിക്കാൻ. ഇപ്പോൾ 300ൻ്റെ 1% എങ്ങനെ കണ്ടുപിടിക്കുക? എവിടെ പോയിൻ്റ് ഇടണം? ഇവിടെ പോയിൻ്റ് ഇടണം, അല്ല, ഈ പുറത്താണ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. ഉണ്ടല്ലേ? എത്ര സിമ്പിളാണ്.
വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് നോക്കേണ്ട 50%. 50% കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന വഴി ഇപ്പോൾ 300 × 50/100 എന്ന് ചെയ്യും. അവിടെ 300 ക്യാൻസൽ ചെയ്യും, അവിടെ 3 കിട്ടും, നമുക്ക് 150 ആൻസർ കിട്ടും. 150 ആൻസർ കിട്ടിയില്ലെങ്കിൽ 300-ഉം 150-യും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 300-ൻ്റെ പകുതിയാണ് 150. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യയുടെ 50% കാണുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഴിയൊന്നും ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി കണ്ടാൽ മതി. അതായത് 50% ഈസ് ഈക്വൽ ടു 1/2. ഇതാണ് ഈ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 100% എന്ന് പറഞ്ഞാൽ ഫുള്ളാണെന്ന് പറഞ്ഞു. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് പറഞ്ഞു? ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഒരു ഡെസിമൽ പോയിന്റ് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 1/10 ആണ്. അതായത് 10-ലൊരു അംശം കണ്ടാൽ മതി. 1% കാണുമ്പോൾ 100-ലൊരു അംശം കണ്ടാൽ മതി, 1/100 കണ്ടാൽ മതി. 50% എന്ന് വെച്ചാൽ 1/2 കണ്ടാൽ മതി. ഇനി വരുന്നത് 25% വെച്ചാൽ 1/4 കണ്ടാൽ മതി. 20% എന്ന് പറയുമ്പോൾ 1/5 കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ 100-ൻ്റെ അല്ലെങ്കിൽ 200-ൻ്റെ 20%, 200-ൻ്റെ 20% എന്ന് നമ്മളിങ്ങനെ ഗുണിച്ചിട്ടൊക്കെയാണ് കാണാറ്. നമ്മൾ 40 എന്ന് മറ്റേ ആൻസർ കിട്ടും. അങ്ങനെയൊന്നും തോന്നുന്ന ആവശ്യമില്ല. നമ്മളീ പറഞ്ഞ മെത്തേഡിൽ എന്ത് കണ്ടാൽ മതി? 200-ൻ്റെ 20% ആണ് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് മനക്കണക്കായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആൻസർ 40 കിട്ടും. ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും പെർസെൻറ്റേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് എളുപ്പ വഴി ചെയ്യാൻ പറ്റുന്നത് 100%, 10%, 1%, 50%, 25%, 20%. ഇനി അടുത്ത് ഏതാണ് വരിക? നമ്മൾ 10% ഓൾറെഡി പറഞ്ഞു. ഇത്രയും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ 75% എന്ന് കണ്ടാൽ മതി, 3/4 കണ്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് പോകാം. അത് കാണുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു നമ്പറിൻ്റെ 33 1/3%. ഇപ്പം 30-യുടെ 33 1/3% കാണുമ്പോൾ വളരെ ടഫായിട്ട് തോന്നും. ഒന്നുമില്ല കുട്ടികളെ, 1/3 കണ്ടാൽ മതി. അതായത് 3-ലൊരു അംശം കണ്ടു കഴിഞ്ഞാൽ ആൻസർ 1/3. അപ്പോൾ 30-യുടെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അത്ര ആൻസർ വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി 66.2/3% നമ്മൾ 2/3 കണ്ടത്. നമുക്ക് 25 എന്ന് പറയുന്നത് 25% നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 1/4 ആണെന്നുള്ളത് അറിയാം. 25-ൻ്റെ പകുതി എത്രയാണ്? 12.5 അല്ലെങ്കിൽ 12 അങ്ങനെ എഴുതാം. അപ്പോൾ 1/8 കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 80-യുടെ 12 1/8% കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഈ ക്വസ്റ്റ്യൻ വിടും. അത് നമുക്കറിയില്ല, അല്ലെങ്കിൽ അത് ധാരാളം സമയം പോകുന്ന വെച്ചിട്ട് നമ്മളത് ഒഴിവാക്കും. ഒന്നുമില്ല, 80 × 1/8 കണ്ടു കഴിഞ്ഞാൽ എന്തായി? ആൻസർ നമുക്ക് 10 കിട്ടും. ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതും ഈ ഒരു മോഡലിൽ തന്നെയാണ്. നമുക്ക് 30 സെക്കൻഡ് കൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും 1-2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ഫ്രെയിം ചെയ്യുന്നത്. നമ്മളത് 30 സെക്കൻഡ് കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 സെക്കൻഡ് വേണ്ട, ഒരു 10 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ നടക്കും. അപ്പം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇതിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഇതിലേക്ക്
അപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. മെത്തേഡ് പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ 30% ഓഫ് 20 നമ്മൾ കാണാൻ നോർമലി എന്താ ചെയ്യാം, 30% ഓഫ് 20 അല്ലേ. അപ്പം 30 ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരിച്ചെടുക്കാം. യുടെ 30%, 20യുടെ 30% നമ്മൾ സീറോസ് കട്ട് ചെയ്യും. ആൻസർ നമുക്ക് 600 കിട്ടും. ഇങ്ങനെ എഴുതിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ നിങ്ങളിവിടെ ഒരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ടാവും. ഏത് രണ്ട് സംഖ്യയാണോ ചോദിച്ചത്, ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് ഓഫ് മറ്റൊരു സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ എഴുതാം, ചുമ്മാ എഴുതാം. അതിനുശേഷം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്രയാണോ ആൻസർ കിട്ടുന്നത് നോക്കാം. അപ്പോൾ നോർമലി നമുക്കിപ്പോൾ 600 ആണ് വേണ്ടത്. 600 ആണ്. അപ്പോൾ ഒരു 30യുടെ 20% എന്ന് പറയുന്നത്, 30യുടെ 20% ഒരിക്കലും 600 വരില്ല. അതേപോലെ ഒരിക്കലും 60യും വരില്ല. നമ്മളിവിടെ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ആ ലോജിക് ഉപയോഗിച്ചിട്ട്, അപ്രോക്സിമേഷൻ ഉപയോഗിച്ചിട്ട് ഇത് 30യുടെ 20% ഒരിക്കലും 60 വരില്ല, അല്ല 600 വരില്ല എന്നുള്ളൊരു അസംഷനിൽ നമ്മളിവിടെ ഒരു പോയിന്റ് ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ 6ലേക്ക് എത്തും. ഈ ഒരു മെത്തേഡ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ബൈ പ്രാക്ടീസ് വളരെ സിമ്പിളായിട്ട് പെർസെൻറ്റേജ് കാണാൻ പറ്റും. അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 20% ഓഫ് 26. അപ്പോൾ ഇത് നമുക്ക് 20 കൊണ്ട് 26 ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം, 26 2 52 ഒരു 0 വരും. അപ്പോൾ നമുക്ക് 20യുടെ 26% ആണ്. അപ്പോൾ 20യുടെ മുകളിലേക്ക്, അതായത് ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. നമുക്ക് 26% പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും 20യുടെ മുകളിലേക്ക് പോകില്ല. ആ ലോജിക്കാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇടേണ്ടത് ഇവിടെ. സോ ദ ആൻസർ ഈസ് 5.2. എത്ര സിമ്പിളായിട്ട് നമുക്കിത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. %40 ഓഫ് 26. ഇപ്പോൾ 40% ഓഫ് 26 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലിക്കേഷന് കുറച്ചൊരു പ്രശ്നം വരും. 26നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 20നെ ഇതിൽ 26നെ നമുക്ക് 20നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 80 കിട്ടും. 6നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24 കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്തെടുക്കാം, 10 എടുക്കാം. അപ്പോൾ 1040 വരേണ്ടത്. അപ്പം 40% ഓഫ് എന്താണ് 26 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. 40% ഓഫ് 26. അപ്പോൾ എവിടെയാണ് ഡെസിമൽ ഇടേണ്ടത് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. എവിടെയാണ് ഡെസിമൽ ഇടേണ്ടത്, 40% ഓഫ് 26 ആണ്. ഒരിക്കലും 26ൻ്റെ മുകളിലേക്ക് പോകില്ല എമൗണ്ട്. അപ്പോൾ എമൗണ്ട് 1040 എന്തായാലും ആയിരിക്കില്ല, 104 ഒരിക്കലും ആവില്ല. അപ്പോൾ നമുക്ക് 10.4ലേക്ക് ഉറപ്പിക്കാം. അതായത് ആൻസർ ഇസ് 10.4. ഇത് വെറും ഒരു അപ്രോക്സിമേഷൻ മാത്രമല്ല, അതിൻ്റെ ലോജിക്കലി ചെയ്യുന്നതാണ്. നമുക്ക് ബൈ പ്രാക്ടീസ് ഇങ്ങനെ ഡെസിമൽ ഇടാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം.
15% ഓഫ് 34. അപ്പോൾ ഇവിടെ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് നമ്മൾ വേറൊരു മെത്തേഡ് ഉപയോഗിക്കും. അതിനെ നമ്മൾ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയും. അതായത് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എന്ന് പറയുന്നത് 10 + 5 ആണല്ലോ. 15 എന്ന സംഖ്യ 10 + 5 ആണ്. നമ്മളിവിടെ 34 എന്ന് എഴുതുന്നു. അപ്പോൾ ഒരു സംഖ്യയുടെ, അതായത് 34ൻ്റെ 10%, അതായത് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചത് ഒരു സംഖ്യയുടെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 3.4. ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പകുതിയിൽ ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 34ൻ്റെ 50% എത്രയാണെങ്കിൽ 34ൻ്റെ പകുതി എന്ന് പറയുന്നത് 1.7 ആണ്. 34ൻ്റെ പകുതി എന്ന് പറയുന്നത് 17 ആണ്. അതിൻ്റെ 5% എന്ന് പറയുന്നത് 1.7 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. 7 4 11 ബാക്കി 4 5. ദാറ്റ് ഈസ് 5.1 ഈസ് ദി ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് 55% ഓഫ് 102. അപ്പോൾ 102 55%, 102ൻ്റെ 55% എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടിക്കും. അതൊരു വലിയ കണക്കായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് 50നെ നമുക്ക് 50 + 5 എന്ന് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഒരു സംഖ്യയുടെ 50% എന്ന് പറയുന്നത്, അതായത് 102ൻ്റെ 50% ഹാഫ്, അതായത് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാം. ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. 10ൻ്റെ പകുതി 5, 2ൻ്റെ പകുതി 1, അപ്പോൾ 51. അപ്പോൾ 51 വന്നു. ഇനിയിപ്പം 5% കാണണം. 5% കാണണമെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി, 5.1 ഉണ്ടാവും. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു അലങ്കാരത്തിന് 0 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്, 56.1. ഇത് എത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. വളരെ വലിയ കണക്കാണ്. എല്ലാവരും ഇങ്ങനെ ഗുണിച്ച് 102 × 55% ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ ഏത് കണക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു കണക്കിലേക്ക് പോകാം. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കണക്ക് 32% ഓഫ് 45. ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സംഗതി വളരെ എളുപ്പത്തിൽ കത്തും എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളത്. അതായത് ഈ 45 എന്ന് പറയുന്നത് എന്താണ്, 50 - 5 ആണല്ലോ. അപ്പം 32 എന്നുള്ള നമ്പർ ഇവിടെ എഴുതുന്നു. 32ൻ്റെ 50%, 32ൻ്റെ 50% എത്രയാണ്, അതായത് പകുതി. മറ്റേത് നമ്മൾ 16.0 എന്ന് എഴുതുന്നു. 32ൻ്റെ 5% എത്രയാണ്, 50% 16 ആണെങ്കിൽ 1.6 ആണ് 5%. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഇവിടെ മൈനസ് ആണ് സൈൻ, അതുകൊണ്ട് മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 6 4 10 0 ബാക്കി 1. ഇവിടെ 2 വരും, 4 വരും. കണ്ടുപിടികളായി. എത്ര സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ക് ചെയ്യും. അതായത് പ്രോബ്ലംസിനെ നമ്മൾ സമീപിക്കുന്ന രീതിയാണ് മാറ്റുന്നത്. അതിന് വേറൊരു ഡയമെൻഷനിൽ കണ്ടു കഴിഞ്ഞാൽ സംഗതികൾ വളരെ എളുപ്പമാണ്. കണക്ക് എപ്പോഴും ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വഴി ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി ഒരു കണക്കും കൂടി ചെയ്ത് നമുക്ക് ഈ സെഷൻ നിർത്താം. 90% ഒരു വലിയൊരു കണക്കാണ്. അപ്പോൾ ഈ കണക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഞെട്ടും.
ഞെട്ടേണ്ട ഒരു ആവശ്യമില്ല. ഈ 90% എന്ന് പറയുന്നത് എന്താണ്? 100 മൈനസ് 10 ആണല്ലോ, ഇത്രയും പെർസെൻറ്റേജാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചു ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ ആ സംഖ്യ തന്നെ എഴുതണം. മൈനസ് അതിൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് ഇട്ടാൽ മതി. അതായത് 154.5 ഒരു 0 കറക്റ്റ് എന്താക്കിയാൽ മതി, നമ്മളിത് മൈനസ് ചെയ്താൽ മതി. അപ്പം 5 5 10 0 ബാക്കി 1, ഇവിടെ എന്ത് വരും? 5 വരും. അപ്പോൾ നമ്മൾ 0 വരും. 9 5 14 4 ബാക്കി 1 2 3 1390.5. ഇനിയിപ്പോൾ ഇതും ശരിയാണോ നോക്കണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്ററിൽ പൊളിച്ച് നോക്കണം. ഇതാണ് മൈൻഡ് കാൽക്കുലേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സൺഡേയും ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് ശീലിക്കണം. വർക്കൗട്ട് ചെയ്ത് ശീലിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എക്സാമിൽ നമുക്ക് ആൻസർ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, ഏത് വഴിയിലൂടെ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എലിമിനേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും 4 ക്വസ്റ്റ്യനിലുള്ള ശരിയായ ഉത്തരം കണ്ടെത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നോറയുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.